ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ മരിച്ച കാർത്തിയാനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതല്ലേ. അതെ, മകൻ പ്രകാശിന്റെ ആറാട്ടുപുഴയിലെ വീട്ടിൽ വെച്ചാണ് ഇന്നലെ കാർത്തിയായനയെ തെരുവുനായ ആക്രമിച്ചത്. മനീഷ് മഹിപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, മെറി ക്രിസ്മസ്. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന വാർത്ത അത്ര നല്ലതല്ല. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഇന്നത്തെ നടപടികൾ? ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. മറ്റ് നടപടികൾ എങ്ങനെയാണ്? ഈ ഒരു സംഭവത്തിൽ നിലവിൽ തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം വീട്ടുകാർക്ക് നൽകും. തകഴിയിലാണ് കാർത്തിയാനി അമ്മയുടെ വീട്. 81 വയസ്സാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആറാട്ടുപുഴയിലെ വീട്ടിലെത്തിയത്. തകഴിയിലെ വീട്ടിലും ഒപ്പം തന്നെ മകൻ പ്രകാശ് താമസിക്കുന്ന ആറാട്ടുപുഴ വീട്ടിലുമാണ് ഈ അമ്മ നിന്ന് വന്നിരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വിവരം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 മണിയോടുകൂടിയാണ്. വീട്ടിൽ ആരുമില്ലായിരുന്നു. മകൻ പ്രകാശനും ഭാര്യയും ആ സമയത്ത് വെളിയിലായിരുന്നു. അങ്ങനെ പുറത്ത് നിന്ന് ഗേറ്റ് പൂട്ടിയിരുന്നു. പക്ഷേ ഈ വേലി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചതാണ്. അങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിന് ഇടയിലൂടെയാണ് ഈ നായ്ക്കൾ ഒന്നിലധികം തെരുവ് നായ്ക്കൾ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ വീടിന്റെ മുറ്റത്ത് ഒരു കട്ടിൽ ഇരിക്കുന്ന പതിവാണ് ഈ അമ്മയ്ക്കുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തെരുവ് നായ്ക്കൾ കൂട്ടമായി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ മുഖം മുഴുവനായി കടിച്ചെടുത്തു. ഒരു കണ്ണ് മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇത് ഏറെ നേരം കഴിഞ്ഞാണ്. ഈ പുറത്തു നിന്ന് ഗേറ്റ് പൂട്ടിയത് കൊണ്ട് തന്നെ നാട്ടുകാരൊന്നും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. നായ്ക്കൾ അകത്ത് നിന്ന് കുരച്ചെങ്കിലും അത് വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നായ്ക്കൾ കുരച്ചതെന്ന് വിചാരിച്ചു. പക്ഷേ വൈകിട്ട് 5 മണിയോടെ മകൻ പ്രകാശൻ മടങ്ങിയെത്തി ഗേറ്റ് തുറന്ന് നിൽക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് ഈ അമ്മയെ അപ്പോഴും തെരുവ് നായ്ക്കൾ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനുണ്ടായിരുന്നു. അർദ്ധ ബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ തന്നെ ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യയാണ് കാർത്തിയാനിയമ്മ മരിച്ചത്. ഇന്ന് ഉച്ചയോടു കൂടി മൃതദേഹം ഏറ്റുവാങ്ങും. തകഴിയിലായിരിക്കും കാർത്തിയാനിയമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. ക്രിസ്റ്റീന പ്രജിൻ.